കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകും. ധന്യനായ പൗലോസ് ലേഖ പ്രാർത്ഥിക്കുക. എന്നാ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ട് അന്നോട്ട് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? വീടിൻ്റെ സ്ഥിതി മാറാൻ പ്രാർത്ഥിക്കുകയാണോ? അല്ല. 4 കാര്യത്തിനാ പ്രാർത്ഥിക്കുന്നത്. 1, നിങ്ങൾ യോഗ്യമായി നടക്കണം. 2, നിങ്ങൾ നിറയണം. 3, നിങ്ങൾ ഫലം കായ്ക്കണം. 4, നിങ്ങൾ വളരണം. ഒരാമയും പറഞ്ഞല്ല. ഇതിനാ പ്രാർത്ഥിക്കുന്നത്. എന്നൊക്കെ ചെയ്യണം? ഒറ്റ വാക്യമുള്ളൂ, 10-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നിന്നാണ് ഞാൻ ഈ 4 കാര്യം പറഞ്ഞത്. 1, നിങ്ങൾ യോഗ്യമായി നടക്കണം. 2, പരിജ്ഞാനത്തിൽ നിറയണം. 3, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. 4, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. രാമയും പറ. നിന്റെ ശരീരം നിറയും. നിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. കൊലോസ്യ സഭയോട് പറയുക, നീ വളരാൻ പോവാണ്, നീ നിറയാൻ പോവാണ്. അധികാരമുള്ളൊരു തലമുറ എഴുന്നേക്കും. ഒരാമീൻ പറഞ്ഞു. ചിലതിനെ ദൈവം അധികാരത്തോടെ അഭിഷേകം ചെയ്യും. അതിന് പ്രാപിക്കാൻ തൻ്റെ ഇടത്തോടെ നിന്നോണം. ഇന്നലെ കേട്ടു പരിചയിച്ചതല്ല, ഇന്നലെ കണ്ടതല്ല, ഇന്നലെ അറിഞ്ഞതല്ല. ഒരു പുതിയ അധ്യായം എഴുതാൻ, ഒരു പുതിയ നിലയിലേക്ക് വരാൻ. ഈ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തിളയ്ക്കും കേട്ടോ. അതെന്നാന്നറിയോ? പൗലോസ് ചെല്ലുന്ന സ്ഥലത്ത് ചലനം ഉണ്ടാവും. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചലനം ഉണ്ടാകണം. ഇന്ന് വീട്ടിൽ ചലനം ഉണ്ടാകാൻ പോവാ, നിന്റെ കുടുംബത്തിൽ ചലനം ഉണ്ടാകാൻ പോവാ. നിനക്കെതിരെ പിശാച അടിസ്ഥാനമിട്ട് വാഴുന്ന വാഴ്ചകളൊക്കെ ഈ രാവിലെ അടിസ്ഥാനം ഇളകും പോലെ പൈശാചിക ശക്തികളുടെ അടിസ്ഥാനങ്ങളെ കീഴ്മേൽ മറിക്കാൻ. 1, നടക്കണം. 2, നിറയണം. 3, ഫലം കായ്ക്കണം. 4, വളരണം. എന്നൊക്കെയാ? 1, നടക്കണം. എവിടെ നടക്കണം? ഭൂമി നടക്കണം. എങ്ങനെ നടക്കണം? അധികാരത്തോടെ നടക്കണം. ഒരാമയും പറഞ്ഞില്ല. എന്നാ? അധികാരത്തോടെ. അധികാരം ഉണ്ടോ നിങ്ങളുടെ മേൽ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, അധികാരമുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്, അധികാരമുണ്ട്. ഇന്ന് രാവിലെ പട്ടണത്തിലെ ചില ദൈവദാസന്മാർ അധികാരം എക്സസൈസ് ചെയ്യാൻ പോകുകയാ. ചില കുഞ്ഞുങ്ങൾ അധികാരം എക്സസൈസ് ചെയ്യാൻ പോവാ. ചില യൗവനക്കാർ അധികാരം എക്സസൈസ് ചെയ്യാൻ പോവാ. ചില യൗവനക്കാരത്തികൾ അധികാരം എക്സസൈസ് ചെയ്യാൻ പോവാ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ പാമ്പുകൾ, തേളുകൾ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ. കേൾക്കുന്നവരാ കരം ഉയർത്തിയൊരാമീൻ പറഞ്ഞേ. നിങ്ങളുടെ മേൽ അധികാരം ഉണ്ടാവും. അഭിഷക്തനെ ചുമ്മാ നടക്കുകയല്ല, അധികാരത്തോടെ നടക്കും. എന്നാ അധികാരം ഒന്നുമല്ല, മനസ്സിലായോ? അധികാരം എന്നാന്ന് പറയാം. നിങ്ങൾ 1 മിനിറ്റ് തന്നെ കേട്ടോ. ഈ അധികാരം ഉപയോഗിച്ചവര് പഴയ നിയമത്തിലുണ്ട്. അധികാരം ഉപയോഗിച്ച ഒരുപാട് പേർ.
അതിലൊരാളാണ് മോശ. ഉണങ്ങിയ വടിയും കൊണ്ട് നീട്ടിപ്പിടിച്ച് ചെങ്കടൽ നിൽക്കുക. ഒന്ന് വിളിച്ച് ചോദിച്ചേ, അഭിഷക്തനെ എന്നാ മാറാൻ നിൽക്കുക? ചെങ്കടല് മാറാൻ നിൽക്കുക. ഈ നീട്ടിയ വടിയല്ല, മോശയുടെ അകത്ത് ഉറപ്പുണ്ട്, ഞാൻ നീട്ടിപ്പിടിച്ച കരത്തിന് മുകളിൽ എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കൈകൊണ്ട്, നീട്ടിയ ഭുജം കൊണ്ട് ചെങ്കടലിനെ വറ്റിക്കാൻ കരുത്തുള്ള ദൈവമുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വഴി മുടക്കിയത് ഇന്ന് വഴി തുറക്കും. വഴി അടച്ചത് വഴി മാറും. തകർത്തത് ഇന്ന് രാവിലെ നീ തകർക്കും. വിഴുങ്ങിയത് ഇന്ന് രാവിലെ നീ അടിച്ച് പുറത്തു കളയുന്ന ഒരസാധാരണ രാവിലെയാണ്. ഈ ദിവസമല്ല എൻ്റെ മനസ്സിനകത്ത് കൊലോസ്യ ലേഖനമാക്കി നടക്കുന്നത് കേട്ടോ. ഞാൻ എഫേസ്യ ലേഖനമായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലേഖനം. എഫേസ്യ ലേഖനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥനയുണ്ട്. കൊലോസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയാണ് ഞാൻ ഈ കേൾപ്പിക്കുന്നത്. പൗലോസിൻ്റെ ഒറ്റ വാക്യത്തിൽ നീണ്ടൊരു പ്രാർത്ഥനയാണ്. ആ വാക്യത്തിൽ 4 കാര്യമാണ് പറഞ്ഞേ. നടക്കണം നിങ്ങൾ. ഒരാമീൻ പറ. പിശാചിന്റെ തേരോട്ടമുള്ള മണ്ണിക്കൂടെ നടക്കണം. ഒരാമീൻ പറ. ഇന്നലെ ചിലർ നടക്കും കേട്ടോ. ചില അഭിഷക്തന്മാർ നടക്കും കേട്ടോ. എന്നോട് ദൈവം പറയുക, കർത്താവ് ചിലരെ നടത്താൻ പോവാ. അവൻ അന്ധകാരത്തിന്റെ തേരോട്ടമുള്ള മണ്ണില് ഇന്ന് രാവിലെ നീ നടക്കാൻ പോവാ. പൈശാചിക മേഖലയുടെ തേരോട്ടമുള്ള സ്ഥലത്ത് ദൈവം നിന്നെ നടത്താൻ പോവാ. നിന്നെ ജീവിക്കാൻ വിടാത്ത ശക്തിയുടെ മുമ്പിൽ നീ നടക്കും. ആമേൻ പറഞ്ഞോ. നിന്നെ ശുശ്രൂഷിച്ചാൽ ഉയരാൻ വിടാത്ത ശക്തിയുടെ മുമ്പിൽ നടക്കും. നിന്റെ കുടുംബത്തെ ജീവിക്കാൻ വിടാത്ത ശക്തിയുടെ മുൻപിൽ ഇന്ന് നടക്കാൻ പോകുകയാ. അധികാരത്തോടെ നടക്കാൻ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എന്നോട് ആത്മാവ് പറയുക, ഇതിന്റെ നടുവിന്ന് ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കുക. സ്കാനിങ്ങിന് മനസ്സിലാകാത്തത്, ഡോക്ടർമാർക്ക് തിരിയാത്തത് യേശുവിന്റെ കരം കൊണ്ട് എങ്ങനെ നടക്കും? അധികാരത്തോടെ നടക്കും. എവിടൊക്കെ അധികാരം? ദൈവം നിന്നെ വിളിച്ചത് പേവെള്ളം കുടിച്ച് ഓടെ കിടക്കാനല്ല, നിന്നെ പട്ടി വന്ന് നക്കാനല്ല വിളിച്ചത്. നീ അഭിഷക്തനായി നടക്കാനാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മുന്നേറാനാ എന്റെ ദൈവം നിന്നെ വിളിച്ചിട്ടുള്ളത്. നീ വെറുതെ നടക്കാനല്ല, ക്യാൻസറിന് കീഴടങ്ങാനല്ല എന്റെ ദൈവം നിന്നെ വിളിച്ചത്. നീ രോഗിയായി കിടക്കാനല്ല എന്റെ ദൈവം നിന്നെ വിളിച്ചത്. അധികാരത്തോടെ നടക്കാൻ, അധികാരത്തോടെ നടക്കാൻ, അധികാരത്തോടെ നടക്കാൻ. നമ്മളെ ദൈവം ഇതിനാ വിളിച്ചെന്നൊക്കെ ബോധമുണ്ടോ? ഉണ്ടോ? നമ്മളെ എന്തിനാ വിളിച്ചേ? അധികാരത്തോടെ നടക്കാൻ. ഒന്നുകൂടെ പറഞ്ഞേ. നെഞ്ചത്ത് കൈവച്ച് പറ, അധികാരത്തോടെ നടക്കാനാണ്. പറഞ്ഞേ, അധികാരത്തോടെ നടക്കാനാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ആദമിന് അധികാരം ഉണ്ടായിരുന്നു. ആദം മുതലാളിയായിരുന്നു, ഇല്ലയോ? ആദം മിണ്ടുന്നില്ല അല്ലേ? ദൈവം പറഞ്ഞ പോലെ മുതലാളി തൊഴിലാളിയായി. എന്തോ പറ്റിയാ? അധികാരം പോയതല്ല, പഴം നിന്നതാ. മുതലാളി തൊഴിലാളിയായി. ഇപ്പം വീടുണ്ടോ ആദമിന്? ഭൂമി മൊത്തം സ്വന്തമായിരുന്നു. 2 കാര്യം കൂടെ കേട്ടോണം. അധികാരിയായി നടക്കാൻ ദൈവം വിളിച്ചേ. നീ അധികാരിയായി ഇന്ന് ഇതിനകത്ത് ഉയരാൻ പോവാ. ആദമിന് ദൈവം കൊടുത്തൊരു അധികാരമുണ്ട്. എന്നാന്നറിയാവോ? ആദമിന്റെ വീട്ടുവാതുക്കൽ വരും എലിയും പുലിയും എല്ലാം. ആദമിന്റെ വീടിന്റെ വാതുക്കൽ വരും. ആദം 1 തൊട്ട് അവയ്ക്ക് പേരിട്ടു. പുസ്തകം പറഞ്ഞു, ആദം ഇട്ടത് ഒക്കെയും അവയ്ക്ക് പേരായി. കൈയൊന്നുയർത്തി സ്തോത്രം പറയാമോ? ഇന്ന് രാവിലെ നീ നിക്കിനെ നോക്കി വിളിക്കണം. വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്നും കൽപ്പിച്ചാൽ നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന അഭിഷേകത്തിന്റെ പവർ ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലതിനെ തടഞ്ഞു വെക്കുന്ന ദുർവ്യാപാരങ്ങളെ പൊട്ടിച്ചു കളയാൻ ഞങ്ങൾ നടക്കുന്നത് അധികാരത്തോടെ.
ഞങ്ങൾക്ക് മാത്രമല്ല ഈ അധികാരം. ഞാൻ ഇന്നൊരു സ്വപ്നം കാണുന്നു. ഈ പട്ടണം നമുക്ക് പിടിക്കണം. ഈ പട്ടണം ദൈവത്താൽ ആദായപ്പെടണം. നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ദൈവത്തിന്റെ വഴിന്ന് പോകരുത്. നമ്മുടെ ഒരു യൗവനക്കാരത്തികളോ യേശുവിന്റെ വഴിന്ന് പോകരുത്. അവർ ദൈവരാജ്യത്തിന് വേണ്ടി ധീരതയോടെ ജീവനെങ്കിൽ ജീവൻ കൊടുത്തു ദൈവത്തിന് വേണ്ടി നിൽക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനൊരു തലമുറ എഴുന്നേക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഉറങ്ങിയിരുന്നാ പോരാ. പ്രാർത്ഥന ഉയരണം, ആരാധന ഉയരണം. ഇന്ന് രാവിലെ ഇതിനകത്ത് ചില ആളുകളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കും, ദൈവകൃപയുടെ ശക്തി വ്യാപരിക്കും. എനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അധികാരത്തോടെ നടക്കുന്ന ഒരു തലമുറ, അധികാരത്തോടെ നടക്കുന്ന ഒരു തലമുറ, അധികാരത്തോടെ നടക്കുന്ന ഒരു തലമുറ, അധികാരത്തോടെ നടക്കുന്ന ഒരു തലമുറ. കൈയൊന്ന് പൊക്കി ഒരു ആമേൻ പറയാമോ? അധികാരത്തോടെ നടക്കുന്ന തലമുറ. എന്താ നടക്കണം? എന്നാ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ? പൗലോസിന്റെ പ്രാർത്ഥന 4 കാര്യ. ഒന്നാമത്തെ കാര്യം നടക്കണം. എങ്ങനെ നടക്കണം? അധികാരത്തോടെ. എന്തിന്റെ മേലൊക്കെ അധികാരമുണ്ട്? പാമ്പിന്റെ മേൽ അധികാരമുണ്ട്, തേളിന്റെ മേൽ അധികാരമുണ്ട്, ശത്രുവിന്റെ സകല ബലത്തിന്മേലും അധികാരമുണ്ട്. ഇന്ന് രാവിലെ നീ സ്തോത്രം ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് അകത്തോളം നിറഞ്ഞു സ്തോത്രം ചെയ്തോ. സകലത്തിന്മേലും അധികാരമുള്ള, സകലത്തിന്മേലും അധികാരമുള്ള, സകലത്തിന്മേലല്ല സകലത്തിന്മേലും അധികാരമുള്ള. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞ, എന്നാലും ഒരു വാക്കുകൂടെ ഒന്ന് എടുത്തു പറയാം, നിങ്ങൾ കേട്ടോണം. ഈ ആദമിനെയൊക്കെ കണ്ടപ്പോ, ആദമിനെ കണ്ടിട്ട് ഏതെങ്കിലും പട്ടി കയറി കടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആദമിനെ പട്ടി വല്ലതും കടിച്ചോ? നമ്മളെ പട്ടി ഓടിച്ചിട്ട് കടിക്കുക അല്ലയോ? ഓടിച്ചിട്ട് കടിക്കുക. അതെന്നാ? നമ്മൾ ശരിയില്ലാത്തതുകൊണ്ട്, നമുക്ക് അധികാരമില്ല, അതുകൊണ്ടാണ്. മിണ്ടുന്നില്ല. സത്യമായിട്ടും അധികാരമില്ലാത്തതുകൊണ്ടാ. ആദമിനെ പട്ടി വല്ലതും കടിച്ചോ? ഇല്ല. അതെന്നാ? അധികാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ളതല്ലയോ? ഇല്ലയോ? ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇത് കണ്ടിട്ടില്ല. ഒരു സ്വത്രം പറഞ്ഞില്ല. നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു ഒരു മനുഷ്യൻ, മോശ, വിക്ക. എന്തുവാ വിക്ക? വയസ്സ് 80. നിൽക്കുന്നത് എവിടാ? കൊട്ടാരത്തിന്റെ മുമ്പിൽ. നിങ്ങൾക്ക് കേൾക്കണ്ടേ ബാക്കിയൊക്കെ? ആർക്കോളജി വിഭാഗം അവിടെ പഠിക്കാൻ വേണ്ടി, മമ്മിയെ പഠിക്കാൻ വേണ്ടി ചെന്നു. വായിച്ചിട്ടുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. മമ്മിയുടെ ആസ്തിത്വം ഒന്ന് പഠിക്കാൻ വേണ്ടി 13 ഏക്കറിലായിട്ട് ഫറവോയുടെ ഒരു മമ്മി ഇരിപ്പുണ്ട്. 13 ഏക്കറിനകത്ത്. അവിടെ അടക്കം എങ്ങനെയാണെന്നറിയാമോ? ഒരു മനുഷ്യൻ മരിച്ചാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഈജിപ്തിലെ ഏറ്റവും കൂടുതൽ ചിലവേറിയ ഒരു കാര്യം അടക്ക. ആരും മരിച്ചാലും അവനവന്റെ ആസ്തിക്കനുസരിച്ച് അവനവനെ അടക്കം ചെയ്യണം. അതുകൊണ്ട് പ്രായമാകുന്ന ആളുകളെ അവരെന്നാ ചെയ്യുമെന്നറിയോ? ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും, അവർ ചാവാതിരിക്കാൻ. എന്നാ ഇവിടെ വല്ല വരുന്നത് നല്ലായിരുന്നു ചെല്ലി വിചാരിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം യോഗ്യമാം വണ്ണം നടക്കണം. എന്നാ? യോഗ്യമാം വണ്ണം നടക്കണം. എങ്ങനെ നടക്കണം? അധികാരത്തോടെ. എന്താ യോഗ്യത? അധികാരം. ശരിക്കും ആദം ആരായിരുന്നു? ആദം ആരായിരുന്നു? ദൈവത്തിന്റെ മോൻ. ആരാ? ആര് പറഞ്ഞു? ലൂക്കോസ് പറഞ്ഞു. അങ്ങനല്ലേ? ഈ വംശാവലി ഇങ്ങോട്ട് എഴുതിയിട്ട് പറഞ്ഞു, ആദം ദൈവത്തിന്റെ മകൻ. നമ്മളാരാ? നമ്മൾ ദൈവത്തിന്റെ മക്കള്. നിങ്ങൾ ആമീൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആദം ദൈവത്തിന്റെ മകൻ, നമ്മളാരാ? ദൈവത്തിന്റെ മക്കൾ. ആ അധികാരം തന്നെ നമ്മുടെ മേലുണ്ട്. ആ ശക്തി തന്നെ നമ്മുടെ മേലുണ്ട്. ആ കൃപ തന്നെ നമ്മുടെ മേലുണ്ട്. അതേ നിയോഗം നമ്മുടെ മേലുണ്ട്. അതേ ദൈവ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്. അതേ ദൈവത്തിന്റെ ശക്തിയുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. ആദമിന് അധികാരം നഷ്ടപ്പെട്ടു. എന്നാ?
അധികാരം നഷ്ടപ്പെട്ടു. ആദമിന്മേലുള്ള അതേ അധികാരം നമ്മുടെ മേലുണ്ട്. രാമയും പറഞ്ഞില്ല, ഉണ്ട്. നീ ഇന്ന് രാവിലെ നിന്നെ കെട്ടിപ്പൂട്ടിയതിനെ നോക്കി പറ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. നിന്റെ തലമുറയെ തടഞ്ഞതിനെതിരെ പറ, ഇന്ന് രാവിലെ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന്. നിനക്കെതിരെ നിന്നതിനോട് പറ, ഇന്ന് രാവിലെ ദൈവശക്തി ഉണ്ടാകുമെന്ന്. നീ വിളിച്ചു പറഞ്ഞത് സംഭവിക്കും. ആദം ഇട്ടത് ഒക്കെയും അവയ്ക്ക് പേരായി. ആദം ഇട്ടത് ഒക്കെയും അവയ്ക്ക് പേരായി. ആദം ഇട്ടത് ഒക്കെയും അവയ്ക്ക് പേരായി. ഒരു 2 വാക്ക് പറയാം. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ജ്യോത്സ്യനല്ല. രാമയും പറഞ്ഞില്ല. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ജാതകം എഴുതുന്നവനല്ല. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് അദൃശ്യനായ ദൈവമാണ്. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് സർവജ്ഞനായ ദൈവമാണ്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ആദമിന്റെ കയ്യിൽ ഈ അധികാരമുണ്ട്. ആദമിന്റെ കയ്യിൽ ഇന്നലെ ഒരു ദൂത് പറയാം. രോഗം നിന്നെ വാഴത്തില്ല, ശാപം നിന്നെ വാഴത്തില്ല, പ്രതികൂലം നിന്നെ വാഴത്തില്ല. ആദമിന്റെ അധികാരം വായിച്ചു കേൾക്കണോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദമിന്റെ അധികാരം കിടപ്പുണ്ട്. ആദമിനെ ദൈവം സൃഷ്ടിച്ചാക്കിയിട്ട് ആദമിനോട് പറഞ്ഞു, നിനക്ക് വാഴാൻ ഉള്ള അധികാരമുണ്ട്. വായിക്കുമോളെ. നിങ്ങൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയും. ഒന്നൂടെ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടി. ദൈവത്തിന്റെ പിള്ളാരെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. കരമുയർത്തി ഒരാമീൻ പറ. പുസ്തകത്തിൽ നിന്ന് വാക്യം വായിച്ചിട്ടാ പറയുന്നേ. നിങ്ങളുടെ പുസ്തകത്തിലുള്ള വാക്യമായി വായിക്കുന്നത്. ദൈവം അവരെ അല്ലയോ? ദൈവം അവരെ അല്ലയോ? ഉറപ്പുള്ളവര് സ്തോത്രം പറഞ്ഞോ. ദൈവം ഇന്നലെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ കാര്യം കേൾക്കണം. എന്നൊക്കെയാന്ന്. ഒന്ന് വായിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. ഒന്ന്, നിങ്ങൾ പെരുകും. 2, നിറയും. തുടങ്ങിയത് 120. ഒറ്റ പ്രസംഗം കഴിഞ്ഞപ്പോ 3000. അത് കഴിഞ്ഞ് 5000 ലക്ഷക്കണക്കിനായി. പത്രോസിന്റെ പുതിയ നിയമത്തിലെ 120 ഇതൊക്കെ പുസ്തകത്തിലുള്ളതില്ലയോ? ഇല്ലയോ? 120 പേര് കൂടി ആരാധിച്ചു. തുടക്കം എത്ര ആയിരുന്നു? 100 അല്ലയോ? അങ്ങനല്ലയോ? 120. വായിക്കണം. വേണ്ട, അറിയത്തില്ലയോ എത്ര ഉണ്ട്? 120. പ്രസംഗം കഴിഞ്ഞപ്പോ ഒറ്റ പ്രസംഗത്തിൽ 3000. എത്ര ഇരട്ടിയാ? കണ്ടോ? 2 കാര്യം കൂടെ അങ്ങോട്ട് പറയാൻ തുടങ്ങുക. ആദ്യത്തെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. പൗലോസ് എന്തിനാ പ്രാർത്ഥിക്കുന്നേ? നടക്കാൻ. എന്തിനാ നടക്കാൻ? എന്ന് പറഞ്ഞേ. എന്തിനാ നടക്കാൻ? ഇന്ന് രാവിലെ ചിലതിനെ ചവിട്ടി നീ നടക്കും. രാമീൻ പറ. സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. ഇന്ന് രാവിലെ നിനക്ക് ദൈവം ഒരധികാരം തരും. ചില കുടുംബത്തിന് ദൈവം ഒരധികാരം തരും. ചില തലമുറകൾക്ക് ദൈവം ഒരധികാരം തരും.